നിരപരാധികളെ കൊണ്ട് തോറ്റു. ഇവന്റെയൊക്കെ ഒരു ഒടുക്കത്തെ കളി. അയ്യോ, എന്ത് പറ്റിയ രാമൻകുട്ടി? ചുമ്മാ അല്ലടാ നീ കുണം പിടിക്കാത്തത്. ഒരു പലചരക്ക് കച്ചവടക്കാരന് ഈ രാജ്യത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ തെണ്ടി നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ, അങ്ങനെയൊന്നും വിട്ടാൻ പറ്റില്ലോ. നിന്റെ പണി ചേട്ടാ, ഞാൻ പെർമനന്റ് ആയി. ഒറ്റ പൂശുണ്ടല്ലോ. പോടോ എടാ, ഒന്ന് പോടോ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പറ്റില്ല. ധൈര്യം ഇങ്ങോട്ട് വേടാ. ഇങ്ങോട്ട് വേണോ? അങ്ങനെ നിന്റെ അച്ഛൻ വരടാ. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. ഇങ്ങോട്ട് വേടാ തരണെങ്കിൽ. ഇങ്ങോട്ട് വേണോ? ഇങ്ങോട്ട് വേടാ. തന്റെ മൂക്കി പറത്തിക്കളി. നീ എന്നെ പിന്നെന്താ വാങ്ങിയത്? ചക്കര 100. ചക്കര 100. അപ്പൊ 60. അപ്പൊ 7, 50, 60, 8, 10. അപ്പുറം ടീത്തൂൾ ഒരു പാക്കറ്റ്. അപ്പൊ 9, 60. അപ്പുറം സോപ്പ്. സൂപ്പാ? സോപ്പ്. സോപ്പ്. അപ്പൊ 13, 60. 13, 60. എന്റെ ഒന്നുമില്ലല്ലേ? അപ്പുറം തേങ്ങ എണ്ണ എവ്വളോ? 100. എന്റെ ഈശ്വര, ഇവക്കും കാമുകനോ? എടാ, ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനകത്തിട്ടവൻ ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കകത്തിട്ടവൻ ആരാന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി, എന്താ പ്രശ്നം? എനിക്കിപ്പൊ രണ്ടിലൊന്നും അറിയണം. ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? അത് ഉടനെ അറിയണം. എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ, പേന താനാണോടോ കത്തെഴുതിയത്? ആ പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണടാ തെണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ തെണ്ടി. ഞാനാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഇവൻ കമ്പ് കൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാൻ ഒത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് ഇറങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ.
ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. എങ്ങനെ അക്ഷരം നോക്കി ആളെ കണ്ടുപിടിക്കാം. നീ കത്തെടു. കത്ത്. കത്ത് കത്ത്. കത്തോടെ. കത്ത് കത്ത്. ദാ, കൊണ്ടാ, കൊണ്ടാ. അടി. ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ കുഴപ്പമില്ല. പക്ഷേ മേനോ സാറിന് കൈവശം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നായരെ. താൻ എന്തോട് പറയുന്നു? എഴുതിയാട്ടെ. ഓക്കേ. എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രേമലേഖനം എഴുതി അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് ഈ തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈവശം നോക്കണോ. അല്ല, ഇതൊരുപോലെ അടുത്തവാ. ഞാൻ എഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരെയൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോകാം. പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളാ. എന്തിനാ കിടന്ന് തള്ളുന്നേ? എഴുത് എഴുത്. ഞാനിപ്പോ എന്താ അങ്ങോട്ട് എഴുതണ്ടേ? എന്റെ തുമ്പപ്പൂ കുരുന്നേ. എന്റെ തുമ്പപ്പൂ കുരുന്നേ. ഇതല്ല, എന്തായാലുമില്ല. എന്റെ ഓമനെ ഇന്ന് വൈകിട്ട് ഗംഗയമ്മൻ കോവിലിൽ വരുമോ? എന്തിനാണ് അന്ന് നീ കമ്പി കൊടുത്തു, ഇന്ന് നീ ഉരുളക്കിഴങ്ങി കൊടുക്കണോ? പിടിച്ചു എന്റെ ഭാര്യ കാമുകനെ ഞാൻ കൈയോടെ പിടിച്ചു. എല്ലാരും ഓടി വരീൻ. തെരുവിലെ കാമുകന്റെ ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ പ്രേമലേഖനം നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? വായിച്ചു കേൾക്കണോ? ഞാൻ വായിക്കാം. വിടില്ല. ഓമനെ, ഇന്ന് വൈകുന്നേരം ഗംഗയമരം കോവിലിൽ വരുമോ? നിനക്ക് ചുടു ചുംബനം ഞാൻ തരാമോ? എന്റെ ഗോപി, ദിവസം നിനക്ക് ഇത് തന്നെയാണോ പണി? ഗോപി, നിന്റെ സീനിയർ ഓഫീസർ വീണ്ടും പറയുന്നു നിർത്താൻ. നിർത്താൻ. അവിടെ വിടുകയാ. ഒരുത്തർക്ക് അടിച്ചിട്ട് ചെത്ത് തൊളയട്ടോ. ഗോപി, ഞാനാ നിർത്താൻ പറയും. ഇനി വഴക്കുണ്ടാക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് താമസം മാറുകയാണ്. ഇന്ന് ഈ ഉരുളക്കിഴങ്ങിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേലാൽ ഇവൻ ആർക്കും പ്രേമലേഖനം എഴുതരുത്. നാട്ടുകാർ ചേർന്ന് ഇവന്റെ കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, വ്യാപാര വ്യവസായി. നീ മിണ്ടരുത്.
നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഒരു പലചരക്കടക്കാരന് ഈ ഞാൻ സീനിയറാ പറയുന്നത്. അവൻകുട്ടി എന്താ സാറേ? അമ്മേ! അയ്യോ അയ്യോ കൊല്ലും ഞാൻ, എല്ലാത്തിനും തട്ടും. എന്റെ കളൻ ദൈവങ്ങളെ എനിക്ക് ശക്തി തരൂ. കൊല്ലിനെ കൊല്ലും. അവനെ പിടിച്ചോ! അവനെ പിടിച്ചോ! അവനെ! വിടരുത്! വിടരുത്! പിടിച്ചോ അവനെ! എന്റെ പൊന്ന് സാറേ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. നീ മിണ്ടരുത്. ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ തീരുമാനിച്ചു. നമുക്കിവരെ കോർട്ട് മാർഷൽ ചെയ്യാം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ മാഷേ. ഓക്കെ ഓക്കെ, നമുക്കിവരെ ദാ ആ മതിൽ വരെ 15 പ്രാവശ്യം ഓടിക്കാം. വേണ്ട പക്ഷെ ഓടിച്ചാലേ ഇവൻ അതുവഴി അങ്ങ് ഓടിക്കളയും. ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കാം. ആ ചുമട്ടൊക്കെ എടുത്ത് ഇവനെ നല്ല ശീലമുള്ളതാ. നമുക്ക് ഇവനെ കൊണ്ട് ഏത്തടിക്കാം. ഏത്തം അതെങ്ങനെ, അത് എത്രയെന്നുള്ള മാഷ് തീരുമാനിച്ചു. 100. അത് കുറച്ച് കൂടുതലല്ലേ? ഇത്തിരി കുറയ്ക്കാം, പാവല്ലേ. 99 മതി. ഇനി കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനം എഴുതുകയില്ല. പറ, ഇടേ. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് കത്ത് എഴുതില്ല.